കല്ലടയാറ്റിൽ ഒരു യുവാവ് മുങ്ങി മരിച്ചു. ഭരതന്നൂർ സ്വദേശി മുഹമ്മദ് ഫൈസലാണ് മരിച്ചത്. 31 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനാണ് മരിച്ചുപോയത്. കുളത്തൂപ്പുഴ ചൂഴിയക്കോട് മിൽപ്പാലത്തിന് സമീപമാണ് അപകടം നടന്നത്. ഒഴുക്കിൽപ്പെട്ട മക്കളെയും ബന്ധുവിനെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഫൈസൽ കയത്തിൽപ്പെട്ടു പോയത്. നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സങ്കടകരമായി പോയി. കൂടുതൽ വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് കൊട്ടാരക്കരയിൽ നിന്നും. സുജിത്ത്, കല്ലടയാറിൻ്റെ എവിടെയാണ് ഈ യുവാവിൻ്റെ മരണം ഉണ്ടായത്? സുജിത്തെ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കല്ലടയാറ്റിൽ എവിടെയാണ് ഈ മുങ്ങിമരണം ഉണ്ടായത്? ബന്ധുക്കളെയും മക്കളെയും ഒക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് എന്ന വാർത്തയുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. SKN കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലത്തിന് സമീപമാണ് വൈകുന്നേരത്തോടെ ഈ അപകടമുണ്ടായത്. ഭരതന്നൂർ സ്വദേശി മുഹമ്മദ് ഫൈസലാണ് മരിച്ചത്. കുടുംബത്തോടൊപ്പമാണ് ഇദ്ദേഹം ഇവിടെ എത്തിയത്. കയ്യിൽ 2 കുട്ടികൾക്കൊപ്പമാണ് വെള്ളത്തിൽ കുളിക്കാനിറങ്ങിയത്. ഒപ്പം ഒരു ബന്ധുവായ യുവാവും ഉണ്ടായിരുന്നു. ഇവർ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഫൈസൽ ഈ വെള്ളത്തിൽ കയത്തിലേക്ക് പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാരും യുവാക്കളും ഒക്കെ ചേർന്ന്, പ്രദേശത്തുള്ള യുവാക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ കരയിലെത്തിച്ച് കുളത്തൂപ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. എന്നാൽ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഒപ്പമുള്ള യുവാവിനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും സങ്കടകരമായ കാര്യമായി പോയി.